തെറ്റായ കള്ളപ്രചരണത്തിനെതിരെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായ കള്ളപ്രചരണത്തിനെതിരായി പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നുവന്ന CPM-ൽ നിന്ന് കടന്നുവന്ന ഷിനിജ പുതുക്കടി മേഖലയെ ആരാധനമണിയിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി. പ്രിയമുള്ളവരെ, ഏവരെയും തമിഴ്നാട് മലയാളി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ മുത്താമ്പിയിൽ നടന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സാരഥി ഷാഫി പറമ്പിലിനെ നമ്മുടെ നാടായ മുത്താമ്പിയിലും അയൽപ്പക്കമായ കാവമ്പട്ടത്തും നടേരിയിലെ രണ്ടിടങ്ങളിൽ നടത്തിയ സ്വീകരണത്തിൽ നിന്നും ഉള്ള ഈ വീഡിയോ ആണ്. കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഏവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. ₹410 ഈ രാജ്യത്ത് ഗ്യാസിന് വിലയുള്ളപ്പോഴാണ് മാർക്സിസ്റ്റുകാർ, നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റുകാർ അതിനെതിരായി പ്രതിഷേധിക്കാൻ എന്റെ നാട്ടിലെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാരടക്കം ഒരു ദിവസം വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ വെട്ടിയല്ലിന്റെ 3 കഷ്ണോ, ഒരു കാലോ, കുറച്ച് ഓലക്കണ്ണി, 2 വടകര പാർലമെന്റിൽ വടകരയിൽ കൊണ്ടുവന്ന തീരദേശ പോലീസ് സ്റ്റേഷൻ ഈ നാട്ടിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും വടകര MP ആയതിനു ശേഷം വടകരയിൽ കൊണ്ടുവന്നതാണെങ്കിൽ ബുൾഡോസറുകൾ കടന്നു ചെന്ന് ആ വീടുകൾ തച്ചുടച്ച് ആ വീട്ടിൽ താമസിക്കുന്നവരെ തെരുവോരങ്ങളിലേക്ക് ഇറക്കിവിടുന്ന ക്രൂരന്മാരായ ഈ പൈശാചികന്മാരായ നരേന്ദ്രമോദിയെയും സംഘത്തെയും 543 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങൾ CPM മത്സരിക്കുന്നത് 50-ൽ താഴെ സീറ്റിൽ, കേരളത്തിൽ 15 സീറ്റിൽ സ്വന്തമായി. മറ്റു സീറ്റുകളിൽ UPA-യുടെ ആധുനിക ഇന്ത്യ മുന്നണിയിൽ ചേർന്നുകൊണ്ട് കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് മത്സരിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ മത്സരിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ CPM പ്രതീക്ഷിക്കുന്ന ഒരു പ്രഖ്യാപനങ്ങളുണ്ട്. ഇതുപോലെ ഉച്ചയ്ക്ക് 1 മണിയാണ് നിൽക്കാനൊരാഗ്രഹം ഈ നാടിന്റെ സമാധാനത്തിനോട്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്തൊരു വീഡിയോയുടെ പേര് പറഞ്ഞ് ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും നവമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഘോഷിക്കപ്പെട്ടു. വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ആരാണ് യഥാർത്ഥത്തിൽ വ്യക്തിഹത്യക്ക് ഇരയാകുമെന്ന് നിങ്ങൾ നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിക്കുക. അത്തരത്തിലൊരു വീഡിയോ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചിട്ട് വീണ്ടും അതുണ്ടെന്ന് പറയും. അത് അവരുടെ തർക്കം, അതിൽ നമ്മൾ ഇടപെടാനില്ല. ഞാൻ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളോടും പറയുന്നു, ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട. സത്യസന്ധമായി പറയുന്നു, എന്റെ അറിവോടെയും സമ്മതത്തോടെയും ഒരു വ്യക്തിഹത്യക്കും നേതൃത്വം നൽകാൻ ഒരു നിർദ്ദേശവും ഞാൻ ഒരു കാലത്തും ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല, ഇപ്പൊ കൊടുക്കുന്നില്ല, ഇനി നാളെയൊട്ട് കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ഈ നാട്ടിലെ ഡോളർ കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാളാണ്. നിങ്ങൾ സമയവും സാവകാശവും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു വാക്കെങ്കിലും അൺപാർലമെന്ററി ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ ഉണ്ടാക്കി പറഞ്ഞതായിട്ടോ ഒരു വാചകം, ഒരു വാക്ക് പോലും അതിൽ നിന്ന് നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആക്ഷേപം രാഷ്ട്രീയ ശൈലിയാക്കിയവരല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയില്ല. ഇത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മനസ്സറിവില്ലാത്ത കാര്യങ്ങളിലേക്ക്
എന്നിട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ ഷാഫിക്ക് ഉമ്മയില്ലേ എന്ന് വരെ ചോദിച്ചു വെക്കുന്ന ഘട്ടത്തിലേക്ക് ഇല്ലാത്തൊരു കാര്യവും ഞങ്ങളുടെ മനസ്സറിവില്ലാത്തൊരു കാര്യം വെച്ച് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം അത് വടകരയിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയം എനിക്ക് മുത്താമ്പിയിലെ മുമ്പ് പരിചയമുണ്ട്. എന്താണ് പോസ്റ്റൊട്ടിക്കുന്നവരുണ്ട്, CPM വേണ്ടി കൊടികുത്തുന്നവരുണ്ട്, CPM വേണ്ടി ചുമരെഴുതുന്നവരുണ്ട്, CPM വേണ്ടി വീട് കയറി വോട്ട് ചോദിക്കുന്നവരുണ്ട്. ആ ജോലിയൊക്കെ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടക്ക് നിങ്ങളിൽ പലരും അറിയാതെ അപ്പുറത്ത് ബോംബുണ്ടാക്കി അത് പൊട്ടി ആളി മരിച്ച് അതിൽ പാർട്ടിയുടെ മുഴുവൻ റാങ്ക് ആൻഡ് ഫയലും വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ നടത്തുന്ന കഠിനാധ്വാനത്തിന് പിന്നെ എന്താ വര? നിങ്ങൾ സമാധാനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബോംബിനേക്കാൾ വാളിനേക്കാൾ വെട്ടിനേക്കാൾ കരുത്ത് വോട്ടിനുണ്ട് എന്ന് ഈ ജനാധിപത്യ സമൂഹം തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി തെരഞ്ഞെടുപ്പ് മാറും. ഞാൻ എന്റെ പ്രസംഗത്തിലേക്ക് ബോംബും വാളും കത്തിയുമല്ല, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവരുടെ കൈകളിലേക്ക് പെന്നും പുസ്തകവും തൊഴിലും ബാറ്റും ബോളും പാപം കൊടുത്ത് ഈ നാടിനും വീടിനും ഗുണമുള്ളവരായി അവർക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതായിരിക്കും എന്റെ ഉത്തരവാദിത്വം. പാർലമെന്റിനകത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവിടെ കയറി പറയേണ്ടത് പറയും, ചോദിക്കേണ്ടത് ചോദിക്കും, വാ തുറക്കേണ്ട തുറക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് നിങ്ങളെ കൂടെ നിൽക്കാൻ ഒരു അവസരം നൽകണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ആ തീരുമാനത്തിനെതിരെ അത് തെറ്റായിപ്പോയി എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാത്ത തരത്തിൽ ഈ നാടിന് വേണ്ടി കരുതധ്വാനം ചെയ്തോളാമെന്നുള്ള ഉറപ്പ് വാക്കും നൽകിക്കൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് ഞാൻ നന്ദി പറയുന്നില്ല. എനിക്ക് നന്ദി ഇല്ലാത്തത് കൊണ്ടല്ല, എന്റെ നന്ദി ഞാൻ പ്രവൃത്തിയിലൂടെ കാണിക്കുമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മളെ ഒറ്റക്കണ്ടോ ഭയ്യ? ഒറ്റക്കണ്ടോ ഭയ്യ? ഒറ്റക്കണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ മുൻഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും രണ്ട് സൈഡിലേക്കായി മാറി നിൽക്കാം. ഒന്ന് രണ്ട് സൈഡിലേക്കായി മാറി നിൽക്കാം. സാധിക്കും നമ്മളെ അഭിസംബോധന ചെയ്യാം. ആ മുൻഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഒന്ന് മാറി കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ നടേരിയിലെ CPM പാർട്ടിയിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലോട്ട് കടന്നു വന്ന ഒരു സഹോദരിയെ മാലയിട്ട് സ്വീകരിക്കുന്ന ചടങ്ങാണ്. പുതുക്കടി മീത്തൽ ഷെനിജ, പുതുക്കടി മീത്തൽ ഷെനിജ CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ തെറ്റായ പ്രചരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ ഷെനിജയെ ആദരപൂർവ്വം ഇതാ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരപൂർവ്വം ഷെനിജയെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായ കള്ളപ്രചരണത്തിനെതിരായി പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന CPM-ൽ നിന്ന് കടന്നു വന്ന ഷെനിജ പുതുക്കടി മേഖലയെ ആരാധനമണിയിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി. വളരെ പെട്ടെന്ന് തന്നെ ഹാരാർപ്പണം നടക്കുന്ന ആളുകള് വളരെ പെട്ടെന്ന് തന്നെ ഹാരാർപ്പണം നടക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ പ്രദേശത്തിന്റെ നമ്മുടെ നാടിന്റെ ആവേശകരമാക്കി മാറ്റിയ സാറിന്റെ പ്രിയപ്പെട്ട പുത്രൻ ചാണ്ടി ഉമ്മൻ കൊയിലാണ്ടിയിൽ വന്നു. നമ്മുടെ ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിക്ക് സ്നേഹം നൽകുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അത് കേരളത്തിൽ മറ്റൊരു പാർലമെന്റ് മണ്ഡലത്തിലും വേറെ ഒരു പാർട്ടി ഈ നട്ടുച്ച വെയിലിനെ ഇങ്ങനെ ആവേശോജ്വലമാക്കി മാറ്റില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ വടകര ഒരു കാര്യം തീരുമാനിച്ച അങ്ങനെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ സ്വീകരണ ചടങ്ങ് കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.